2026 ഏപ്രിൽ മാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. വൃശ്ചികക്കൂറിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ്. വിശാഖം നക്ഷത്രത്തിൻ്റെ അവസാന കാൽഭാഗവും അനിഴ നക്ഷത്രവും തൃക്കേട്ട നക്ഷത്രവും ചേർന്നതാണ് വൃശ്ചികക്കൂർ എന്ന് പറയുന്നത്. ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ കുറയുന്നതിനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതുപോലെ രോഗമുണ്ടെങ്കിൽ അതിനെല്ലാം ശമനം കിട്ടും. മാനസികപരമായ ക്ഷേമം ഉണ്ടാകും, ഒരു സന്തോഷവും ഐശ്വര്യവും മാനസികപരമായ ഒരു ഉന്മേഷം ഉണ്ടാകും. അതുപോലെ കീർത്തി, വിശ്വസ്തത, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടാകാം. പിന്നെ സ്വഭാവ മഹാത്മ്യം കൊണ്ട്, അതായത് സ്വഭാവത്തിൻ്റെ ഗുണം കൊണ്ട് പലതും ഗുണപരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. ബന്ധുക്കളിൽ ചിലർ മാത്രം നിങ്ങളുമായിട്ട് സഹകരിക്കില്ല, ബാക്കിയുള്ള എല്ലാവരും, ബഹുഭൂരിപക്ഷം പേരും നിങ്ങളോട് സഹകരിക്കും. ധനം പല വഴികളിലൂടെയും നിങ്ങൾക്ക് വരുന്നതിനുള്ള സാധ്യതയുണ്ട്. ദുർജനങ്ങളുമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ നിമിത്തമുണ്ടായ ഉപദ്രവങ്ങൾ കുറഞ്ഞു കിട്ടും. ബ്ലീഡിങ് ക്രമത്തിലധികം ഉണ്ടായിരുന്നത് കുറവ് വരാം. അതായത് ഏതെങ്കിലും രീതിയിലുള്ള രക്തം ഇങ്ങനെ ഒഴുകുന്നത് അത് കുറവ് വരാം. അത് കുന്നി പൈൽസലി വെരിക്കോസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ശമനം വരാം എന്നുള്ളതാണ്. പൊതുവെ കുടുംബത്തിന് അഭിവൃദ്ധി ഉണ്ടാകാം. ഏത് രീതിയിലായിരുന്നാലും ഒരു ഐശ്വര്യവും അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകാം. അതുപോലെ ദുഃഖങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടാകുന്നു. പല കേസുകളും പരാതികളും ഒത്തുതീർപ്പ് ആക്കപ്പെടുന്നു. വീട് മാറി വേറെ വീട്ടിലേക്ക് താമസിക്കുന്നതിനും ഒരു ഭാഗ്യം കാണുന്നുണ്ട്. അമ്മയുടെ അസുഖത്തിന് കുറവ് വരുന്നു. വാഹന അപകടത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെടുന്നതായിട്ട് ആണ് കാണുന്നത്. പല ഗ്രഹങ്ങളും മോശം രാശികളിൽ കൂടി സഞ്ചരിക്കുന്നതാകയാൽ മോശഫലങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. സഹോദരൻ്റെ രോഗങ്ങൾക്ക് ശമനം കിട്ടുന്നില്ല എന്നാണ് കാണുന്നത്. രക്തശുദ്ധീകരണം ശരിക്ക് നടക്കുന്നില്ല എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. തൊഴിൽ പ്രശ്നങ്ങൾ വരാം. അകാരണമായ ഭയം വരാം. ഏതും എന്തിനും ഒരു ഭയം വരാം. സർക്കാരിൽ നിന്ന് കോപം വന്നിട്ട് പല നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടായതിനാൽ നിയമങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. തിരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ തോൽവി സംഭവിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ജാഗ്രതയായി ശ്രമിക്കുക. പല കാര്യങ്ങളിലും തടസ്സം വരുന്നതിന് സാധ്യതയുണ്ട്. മക്കളാരെങ്കിലും വിദേശ രാജ്യത്ത് കുടുങ്ങിയിരിക്കാമെന്നുള്ള ഒരു ഭയം കാണുന്നു. അതെല്ലാം മാറിക്കിട്ടുന്നു. ശത്രു സംഹാര പൂജകളും ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെ പൂജകളും ഒക്കെ ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും ഈ സമയത്ത്. ഇനി ഈ വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളെ പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അടുത്ത് ഞാൻ പ്രവചിക്കുന്നത്. ആദ്യം വിശാഖം നക്ഷത്രക്കാർക്കാണ്. 9 വയസ്സ് വരെയുള്ള വിശാഖ നക്ഷത്രക്കാർക്ക് ഗുണകരമായ പല അനുഭവങ്ങളും കുടുംബത്തിൽ നടക്കുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. അതായത് ഈ കുട്ടിയുടെ അച്ഛനും അമ്മയുടെയും വസ്തുവകകൾ ഭാഗം ചെയ്ത് അതിൽ ഒരു വിഹിതം ഇവർക്ക് പണമായിട്ടോ വസ്തുവായിട്ടോ മറ്റൊക്കെ കിട്ടുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ മറ്റ് ഐശ്വര്യങ്ങൾ ലഭിക്കും. ആരോഗ്യം വളരെ തൃപ്തികരമായിരിക്കും. ബന്ധുക്കളുടെ സഹായ സഹകരണങ്ങൾ ഈ കാലഘട്ടത്തിൽ ലഭിക്കുന്നതിനുള്ള സാധ്യതയും കാണുന്നുണ്ട്. 9 വയസ്സ് മുതൽ 28 വയസ്സ് വരെയുള്ള ചില വിശാഖ നക്ഷത്രക്കാർക്ക് ആരും സഹായിക്കാനില്ലാത്ത ഒരവസ്ഥ വരും. എല്ലാ വിശാഖ നക്ഷത്രക്കാർക്കും അല്ല, ചിലർക്ക് കൂട്ടുകെട്ടുകൾ, ഈ പ്രായത്തിൽ കൂട്ടുകെട്ടുകൾ മോശമാണെങ്കിൽ പോലീസ് പരാതി, കോടതി നടപടികൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ സമയം ഈ കുട്ടികൾ കൂട്ടുകെട്ട് തിരഞ്ഞെടുക്കുന്നതിൽ രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. അവസാനത്തെ 4 വർഷം, അതായത് 24 വയസ്സ് മുതൽ 28 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് പോകും. വിദ്യാഭ്യാസം വലിയ കുഴപ്പമില്ലാണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ നല്ല വിദ്യാഭ്യാസം നേടിയിരുന്നാൽ അതനുസരിച്ചുള്ള തൊഴിൽ ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള തൊഴിൽ ലഭിക്കാനും സാധ്യത കാണുന്നുണ്ട്. കിട്ടിയ തൊഴിൽ നഷ്ടപ്പെടുത്തരുത്. കാരണം അതിൻ്റെ എക്സ്പീരിയൻസ് ആവശ്യമാണ്. ആ ജോലിയിൽ ഇരുന്നു കൊണ്ട് വേറെ ജോലിക്ക് ശ്രമിക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് ആ പുതിയ ജോലി കിട്ടുമ്പോൾ ഇത് മാറിയിട്ട് പോകുന്നതായിരിക്കും നല്ലത്. ആരോഗ്യം ഒരു പരിധിവരെ നല്ലതായിരിക്കും. കലാ സാംസ്കാരിക രംഗങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ ഉള്ളൊരു അവസരം ലഭിക്കുന്ന ധാരാളം അവസരങ്ങൾ ലഭിക്കാം. 28 വയസ്സ് മുതൽ 45 വയസ്സ് വരെയുള്ളവർക്ക് ആഗ്രഹം ഉള്ള വിവാഹം, അതായത് അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു പറ്റിയ ജോലിയെ കണ്ടുപിടിച്ച് വിവാഹം നടത്തുന്നതിന് സാധിക്കുന്നു. അതുപോലെ ഇഷ്ടപ്പെട്ട തൊഴിൽ അവർക്ക് അതിൽ പ്രവേശിക്കാൻ സാധിക്കുന്നു. എന്താണ് ജീവിതത്തിലെ ഇതുവരെയുള്ള ഒരു അഭിലാഷം, അതനുസരിച്ചുള്ള തൊഴിൽ അവർക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നു. അതുമൂലം അവർക്ക് ഉയർച്ച ഉണ്ടാവുകയും വാഹനം, വീട്, സ്ഥലം എന്നിവ സ്വന്തമാക്കാനും സാധിക്കും. അതുപോലെ ധനധാന്യ സമൃദ്ധി ധാരാളം ഉണ്ടാകും. ശരീരത്തിലുള്ള അസ്വസ്ഥതകൾ മാറിക്കിട്ടും. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയൊക്കെയുള്ള ഒരു പ്രയാസങ്ങൾ മാറിക്കിട്ടും. അലർജിയുടെ ചെറിയ ഉപദ്രവങ്ങൾ ഉണ്ടാകാമെങ്കിൽ അതൊന്നും വലിയ ഒരു ശല്യമായി വരുന്നില്ല. തൊഴിലിൽ ധാരാളം പുരോഗതി ഉണ്ടാവാം.
ഇവിടെയും സാംസ്കാരിക രംഗങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും. അതുമൂലം വളരെ ഉയരങ്ങളിൽ എത്തിച്ചേരുവാനും സാധിക്കും. 45 വയസ്സ് മുതൽ 52 വയസ്സ് വരെയുള്ളവർക്ക് അശ്രദ്ധ കാട്ടാതിരുന്നാൽ ധനനേട്ടം ധാരാളമായി പ്രതീക്ഷിക്കാവുന്നതാണ്. ധാരാളം ധനം സമ്പാദിക്കാൻ സാധിക്കും, ഐശ്വര്യം നിലനിർത്താൻ സാധിക്കും. പക്ഷേ ഈ സമയത്ത് ഈ 45 വയസ്സ് മുതൽ 52 വയസ്സ് വരെയുള്ള സമയത്ത് ധാരാളം ധനം വരും. പക്ഷേ അത് നിലനിൽക്കാൻ വേണ്ടിയുള്ള പൂജകൾ ചെയ്യുന്നത് പൊതുവെ നല്ലതായിരിക്കും. 52 വയസ്സ് മുതൽ 72 വയസ്സ് വരെയുള്ളവർക്ക് ഇത്രയും കാലത്തെ പ്രയാസങ്ങൾ, കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതെല്ലാം മാറിക്കിട്ടും. വളരെയധികം സന്തോഷവും വളരെയധികം മനസ്സിന് മാത്രമല്ല ശാരീരികവും മനസ്സുമായിട്ടുള്ള സന്തോഷവും അതുപോലെ സർവ്വ ഐശ്വര്യങ്ങളും സമൃദ്ധിയും ഉണ്ടാകുന്ന ഒരു സമയമാണ്. പുതിയ വീട് വാങ്ങാൻ സാധിക്കും, നല്ല വാഹനം വാങ്ങാൻ സാധിക്കും. അതുപോലെ സ്ഥലങ്ങളോ തോട്ടങ്ങളോ ഇതായിട്ട് വേണമെങ്കിലും വാങ്ങുവാൻ അവർക്ക് ഭാഗ്യമുണ്ട്. അതുപോലെ ഉന്നതങ്ങളിൽ നിന്ന് അവർക്ക് പല ഇതിൽ നിന്നും അവർക്ക് അവാർഡുകൾ കിട്ടുന്നതിനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. അവരുടെ ആഗ്രഹങ്ങളെല്ലാം നടക്കുന്ന ഒരു സമയമാണ് ഈ കാലഘട്ടം. 72 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് പല രീതിയിലുള്ള ധനനേട്ടങ്ങൾ വരാം. നിക്ഷേപ പദ്ധതികളിൽ നിന്നൊക്കെ ധാരാളം ധനം ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ കൃത്യമായ ഒരു അസുഖം വന്നാലും കൃത്യമായി ചികിത്സിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടില്ലാത്തതിനാൽ അതിൽ നിന്നും അവർക്ക് മാറിക്കിട്ടും. അതുപോലെ വീഴാണ്ട് ശ്രദ്ധിക്കുക, ഒടിച്ചിലും ചതച്ചിലും വരാണ്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത അനിഴ നക്ഷത്രക്കാർക്കുള്ളതാണ്. 13 വയസ്സ് വരെയുള്ള അനിഴ നക്ഷത്രക്കാർക്ക് സ്വദേശം വിട്ട് അന്യദേശത്തേക്ക് ചേക്കേറുവാൻ, കുടുംബസമേതം അവിടെ ചെന്ന് താമസിക്കുവാനുള്ള, അന്യദേശത്ത് താമസിക്കുവാനുള്ള ഒരു യോഗമുണ്ട്. ചില അസുഖങ്ങൾ വരാം എങ്കിലും അതൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. അതുപോലെ ചെയ്യാത്ത കാര്യത്തിന് ചില പഴികൾ കേൾക്കേണ്ടതായിട്ട് വരാം. അതുപോലെ പല രീതിയിലും ചൂഷണങ്ങൾ നടക്കാം, അതിലൊക്കെ പങ്കാളിയാകാം. പല തെറ്റുകളിലും ചെന്ന് ചാടേണ്ട സാധ്യതയുണ്ട്. അതുകൊണ്ട് രക്ഷകർത്താക്കൾ ഈ സമയം ഈ കുട്ടിയെ ശ്രദ്ധിക്കുക. 13 വയസ്സ് മുതൽ 20 വയസ്സ് വരെയുള്ളവർക്ക് ഇത്രയും കാലം അനുഭവിച്ച കുറച്ച് മാനസിക പ്രയാസങ്ങൾക്കും അവഗണനകൾക്കൊക്കെ അവർക്ക് വളരെ ആശ്വാസം ലഭിച്ചുകൊണ്ട് അതിൽ നിന്നെല്ലാം നല്ല പുരോഗതി ലഭിക്കുന്നു. അവർക്ക് നല്ല സംരക്ഷണം ലഭിക്കുന്നു. ബുദ്ധിപരമായി കാര്യങ്ങൾ തീരുമാനിക്കുവാനുള്ള ഒരു പ്രത്യേക കഴിവ് അവർക്ക് ലഭിക്കുന്നു. നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ളൊരു കഴിവ് ലഭിക്കുന്നു അവർക്ക്. ഇതിന് ചില ആൾക്കാർക്ക്, അനിഴ നക്ഷത്രക്കാർക്ക് ഉന്നത നിലയുള്ള വിദ്യാഭ്യാസം, നല്ല നിലവാരമുള്ള വിദ്യാഭ്യാസം അവർക്ക് ലഭിക്കുകയും അതുമൂലം അവർക്ക് പ്രതീക്ഷിച്ചതിൽ കൂടുതൽ നല്ലൊരു പദവിയുള്ള ജോലി ലഭിക്കുന്നതിനും സാധ്യതയുണ്ട്. ധനലാഭം പ്രതീക്ഷിക്കാം. ഇഷ്ടപ്പെട്ട വാഹനം വാങ്ങാം, വിവാഹം നടക്കാം. അതുപോലെ തന്നെ അവർക്ക് മറ്റുള്ള എന്തെങ്കിലും ചെറിയ രോഗങ്ങളുണ്ടെങ്കിൽ അതിനെല്ലാം ചികിത്സിക്കാനും സാധിക്കുന്നു, അത് ശമനമാകാനും സാധിക്കുന്നു. 30 വയസ്സ് മുതൽ 37 വയസ്സ് വരെയുള്ളവർക്ക് ദമ്പതിമാർ തമ്മിൽ കലഹിക്കാം ഉണ്ടാകാം. ഇതിൽ ചെറിയൊരു കലഹം വരുന്നതിനും കുറച്ചു കാലം മാറി താമസിക്കുന്നതിനൊരു സാധ്യതയുണ്ട്. അതുമൂലം ചില ദമ്പതിമാർ, ഇതിൽ എല്ലാവരുമല്ല, ചിലർ തമ്മിൽ ബന്ധം വേർപെടുത്താനും ഒരു സാധ്യത കാണുന്നുണ്ട്. ധനം ലഭിക്കുമെങ്കിലും ഈ കോടതി കേസുകൾ മറ്റുള്ളതൊക്കെ മൂലം ധാരാളം പണം ചിലവാകുന്നതിനുള്ളൊരു സാധ്യതയും കൂടി കാണുന്നുണ്ട്. അതുകൊണ്ട് അതിനെ ഒരു ധാരാളം അതൊക്കെ നിയന്ത്രിക്കുക. 37 വയസ്സ് മുതൽ 57 വയസ്സ് വരെയുള്ളവർക്ക് പുതിയ വാഹനങ്ങൾ വാങ്ങുവാൻ അവർക്ക് സാധിക്കും. സമ്പത്തും സമൃദ്ധിയും എല്ലാ ഐശ്വര്യങ്ങളും അവർക്ക് ഭഗവാൻ തരുന്നൊരു സമയമാണ്. അതുപോലെ ഒരുപക്ഷെ ദേശത്തിൻ്റെ ഒരു ഭരണാധികാരിയായി തീരുന്നതിന് പോലും അവർക്ക് ഭാഗ്യമുണ്ട്. ഒരു പുനർവിവാഹം കഴിക്കുന്നതിനും ഇതിൽ ചിലർക്ക് യോഗമുണ്ട്. കീർത്തിയും പദവിയും എല്ലാം കിട്ടും. കണ്ണിനും ഉദരത്തിലും ചില രോഗങ്ങൾ വരുമെന്നതൊഴിച്ചാൽ അതും എല്ലാം ചികിത്സിച്ച് ഭേദമാക്കുവാൻ സാധിക്കും. 57 വയസ്സ് മുതൽ 63 വയസ്സ് വരെയുള്ളവർക്ക് പല ദുഃഖങ്ങളും മനപ്രയാസങ്ങളും വരുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. ധനനാശം വരാം. അന്യദേശം വാസം വന്നേക്കാം. വേണ്ടപ്പെട്ടവർ വേണ്ടപ്പെട്ടവരുടെ വേർപാടുണ്ടാകാം. നിങ്ങളെക്കുറിച്ച് അസൂയുള്ള ആൾക്കാർ, നിങ്ങളുടെ ഉയർച്ചയിൽ അസൂയുള്ള ആൾക്കാർ, അതിൽ ശത്രുക്കളായിരുന്നാലും അവർ ചില കള്ള പരാതികളൊക്കെ പോലീസിന് കൊടുക്കുകയും അതുമൂലം അത് കോടതി നടപടി ഉണ്ടാവുകയും അതിൽ കേസൊക്കെ ആവുകയും ചെയ്യുന്നു. എന്നിരുന്നാലും അവസാനം നിങ്ങൾക്ക് അതിൽ നിന്നെല്ലാം മോചനം ലഭിക്കുന്നു. അതുപോലെ തന്നെ ആഭിചാര ക്രിയകളിൽ നിന്നുള്ള ഭയം വരുന്നതിന് ഒരു സാധ്യതയുണ്ട്. നിങ്ങളെ നിയമ നടപടികൾ മൂലം നിങ്ങളെ യാതൊരു തരത്തിലും ഒതുക്കാൻ സാധിച്ചില്ലെങ്കിൽ അവരടുത്ത് മന്ത്രവാദങ്ങൾ, ദുർമന്ത്രവാദം പോലുള്ളവ ചെയ്യാൻ സാധ്യതയുണ്ട് ആൾക്കാർ. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. 63 വയസ്സ് മുതൽ 73 വയസ്സ് വരെയുള്ളവർക്ക് ധാരാളം പണം ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. അവർക്ക് പുതിയ വാഹനം, അതുപോലെ തന്നെ അവർക്ക് വീട്, ഇതെല്ലാം സ്വന്തമാക്കാൻ സാധിക്കുന്ന, ആഗ്രഹങ്ങളെല്ലാം സബലീകരിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ ഇതിൽ തോട്ടങ്ങൾ ഉള്ളവരാണെങ്കിൽ ആ കാർഷിക വിളകളിൽ നിന്ന് നല്ലൊരു ലാഭം കിട്ടുന്നതിനും ഉള്ളൊരു സാധ്യതയുണ്ട്. അതുപോലെ 73 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് ഒരു ശസ്ത്രക്രിയ നടക്കേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം കാണുന്നു.
അത് കൂടുതലും ഒടിവ് ചതവ് മൂലമുള്ള എല്ലിൻ്റെ ഒരു രീതിയിലുള്ളൊരു സർജറിയാണ് കാണുന്നത്. അത് എങ്കിലും പണം ചിലവാകുമെങ്കിലും പണം വരുന്നതിനൊരു കുഴപ്പവും ഉണ്ടാവില്ല. അതുപോലെ രക്തസംബന്ധമായ ദോഷം, അതായത് പിത്തരസങ്ങളുടെ കുറവുകൾ മൂലമുള്ള ദോഷങ്ങൾ വരുവാനും ഒരു സാധ്യത കാണുന്നുണ്ട്. തൃക്കേട്ട നക്ഷത്രക്കാരുടെയാണ് അടുത്ത് പറയുന്നത്. 9 വയസ്സ് വരെയുള്ള തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ബന്ധുമിത്രാദികളുടെ ഒത്തുചേരലുകൾ നിങ്ങളുടെ വീട്ടിൽ നടക്കുകയും നിങ്ങൾക്ക് ഇതിൽ ചില ആൾക്കാർക്ക് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നതിനാൽ ബന്ധുക്കളും സുഹൃത്തുക്കളും കൂടി അവരെ സഹായിക്കുകയും അങ്ങനെ അവർക്ക് ഈ കുട്ടിയുടെ വിദ്യാഭ്യാസവും മറ്റുള്ള ചെലവുകളൊക്കെ നടക്കുന്നതിന് സഹായിക്കും. അങ്ങനെ പല പ്രയോജനമുള്ള കാര്യങ്ങൾ അവർക്ക് ഈ സമയം ലഭിക്കാം. 9 വയസ്സ് മുതൽ 16 വയസ്സ് വരെയുള്ളവർക്ക് പല പ്രകാരത്തിലുള്ള ദുഃഖങ്ങൾ വരുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. എല്ലാ തൃക്കേട്ട നക്ഷത്രക്കാർക്കുമല്ല, ചിലർക്ക് മാത്രമാണ്. അവർക്ക് ഐശ്വര്യത്തിനൊക്കെ ഒരു കോട്ടം സംഭവിക്കാം. സംഭവിക്കാൻ പാടില്ലാത്ത പലതും അനർത്ഥങ്ങളൊക്കെ സംഭവിക്കാനൊരു സാധ്യത കാണുന്നുണ്ട്. പല വിപത്തുകളും വരാം. അതുപോലെ വേണ്ടപ്പെട്ടവരുടെ വേർപാട് വളരെ അധികം പ്രയാസമുണ്ടാക്കാം. എങ്കിൽ തന്നെയും 16 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ള ഈ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് എല്ലാ കാര്യങ്ങളും നല്ലതുപോലെ ക്രമേണ എല്ലാം നല്ല രീതിയിൽ നടന്നു പോകേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. വിദ്യാഭ്യാസം ആദ്യമൊക്കെ ഒരു ചെറിയ തടസ്സം വരുമെങ്കിലും പിന്നീട് അത് തടസ്സമില്ലാണ്ട് അവർക്ക് നല്ല വിദ്യാഭ്യാസം, ഉയർന്ന വിദ്യാഭ്യാസം അവർക്ക് ലഭിക്കുന്നതിനും അതുപോലെ തന്നെ അവർക്ക് നല്ല ഒരു ശമ്പളമുള്ള ജോലി ലഭിക്കുന്നതിനുമുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ വിശേഷ അതിഥികളിൽ നിന്ന്, ഉന്നതങ്ങളിൽ നിന്നും അവർക്ക് അപ്രതീക്ഷിതമായി ഒരു VIP എന്ന് വേണമെങ്കിൽ പറയാം, അവരുടെയൊക്കെ വിരുദ്ധ സൽക്കാരങ്ങൾ ലഭിക്കുന്നതിന്, അതുമൂലം ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിൽ നല്ല പദവിയുള്ള ഒരു ജോലി ലഭിക്കുന്നതിനും മറ്റുള്ള നേട്ടങ്ങൾ ലഭിക്കുന്നതിനുള്ള സാധ്യതയും അവർക്കൊരു ഭാഗ്യവും കൂടി അവർക്ക് കാണുന്നുണ്ട്. എല്ലാ ഐശ്വര്യങ്ങളും അവർക്ക് ലഭിക്കുന്ന ഒരു സമയമാണ്. 36 വയസ്സ് മുതൽ 42 വയസ്സ് വരെയുള്ളവർക്ക് പലതരത്തിലുള്ള ചില ദുഃഖങ്ങൾ വരാം. ശാരീരികമായും മാനസികമായും ചില പ്രയാസങ്ങൾ വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. എങ്കിൽ തന്നെയും അവർക്ക് പ്രതീക്ഷിച്ചിരിക്കാതെ തന്നെ അവർക്ക് വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാനും അങ്ങനെ ഒരു മാനസിക ഉല്ലാസം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വിദേശത്ത് ജോലി ചെയ്യുന്നതിനും അവർക്ക് സാധിക്കുന്നു. അതുപോലെ മുറിവ്, ചതവ്, ഒടിവ് എന്നിവ വരാതെ വീഴാതെ ശ്രദ്ധിക്കണം. ഉറ്റ ബന്ധുക്കളുടെ വേർപാട് ഉണ്ടാകാം. 42 വയസ്സ് മുതൽ 52 വയസ്സ് വരെയുള്ളവർക്ക് ഇതുവരെ അനുഭവിച്ച എല്ലാ കഷ്ടപ്പാടുകളും അവർക്ക് മാറിക്കിട്ടുന്നു, ദുഃഖങ്ങൾ മാറിക്കിട്ടുന്നു. സർവ്വ ഐശ്വര്യങ്ങളും പ്രതാപങ്ങളും പദവിയും ആഡംബരമായ ജീവിതവും അവർക്ക് ഭാഗ്യമായി കൂടുന്നു. 52 വയസ്സ് മുതൽ 59 വയസ്സ് വരെയുള്ളവർക്ക് ചില അവയവങ്ങൾക്ക് ഒരു സർജറി വേണ്ടി വരാം. അതുപോലെ സർക്കാരിൽ നിന്ന് ഭയപ്പെടുത്തുന്ന നോട്ടീസുകളൊക്കെ ലഭിക്കാം. അത് അശ്രദ്ധ കാണിച്ചാൽ കോടതി നടപടികളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. കൂടുതലും ഇൻകം ടാക്സ് അങ്ങനെയൊക്കെയുള്ള ഒരു ടാക്സ് സംബന്ധമായതായിട്ടാണ് കാണുന്നത്. അതെല്ലാം നിങ്ങൾ ശരിയായി വണ്ണം അതിന് മറുപടി കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമുണ്ടാകില്ല. അതുപോലെ നിങ്ങളുടെ വീട്ടിൽ ഒരു മോഷണം നടക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ വിലപ്പെട്ട വസ്തുക്കളെല്ലാം വളരെ സൂക്ഷിക്കുക. 59 വയസ്സ് മുതൽ 77 വയസ്സ് വരെയുള്ളവർക്ക് ചില അശ്രദ്ധ കാരണം നേരത്തേക്കുള്ള കാലഘട്ടങ്ങളിൽ സൂചിപ്പിച്ച പോലെ ഉള്ള അശ്രദ്ധ കാണിക്കരുത്. അശ്രദ്ധ കാണിച്ചു കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമോശമായി വരും. അങ്ങനെ അതിൽ പശ്ചാത്തപിക്കേണ്ട ഒരു സാഹചര്യം വരാം. അതുകൊണ്ട് അതെല്ലാം കൃത്യമായി പോവുക. ജീവിതത്തിൽ സകലരോടും വെറുപ്പ് വരാം ഇങ്ങനെ അശ്രദ്ധ കാണിച്ചവർക്ക്. അതുകൊണ്ട് അതൊന്നും അവിടെ ശ്രദ്ധിക്കുക വളരെയധികം. ഇവിടെ പ്രവചിച്ചതെല്ലാം സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ ഫലങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമാകുന്നു. നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായോ വാസ്തുപരമായോ മുഹൂർത്തപരമായോ പൂജാപരമായുള്ള കാര്യങ്ങൾക്ക് എൻ്റെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വരുന്ന ഏപ്രിൽ മാസത്തിൽ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി ദീർഘായുസ് ആയുസ് ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.